അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറക്സിൻ്റെ ബേസിക്സ് എന്താണ്. ഇത് ഇത് നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതായത് ഫോറക്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഫോറക്സിൻ്റെ ബേസിക്സ് എന്താ അറിയണം. എന്താണ് ഫോറക്സ് മാർക്കറ്റ്, അവിടെ എന്താണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മാത്രമാണ് ഇന്നിൽ പറയുന്നത്. പക്ഷെ നമ്മളെ ഈ ചാനലിൽ ഫോറക്സിൻ്റെ ബേസിക്സ് മുതലുള്ള അഡ്വാൻസ്ഡ് വരെയുള്ള, അതായത് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുന്നവരെ, ഇതിൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. അതായത് നിങ്ങൾ ഈ ഞാൻ കുറച്ച് പറഞ്ഞ് വെച്ച് പോയിട്ട് ബാക്കി നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ഫുൾ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിട്ട് എല്ലാ കാര്യവും പറഞ്ഞു പോകുന്ന ഒരു ചാനലായിരിക്കും ഇത്, കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്നാണ്. എന്തുകൊണ്ട് ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യണമെന്ന്. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്താണ്, കറൻസികളാണ്. നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കറൻസി ലൈക്ക് യൂറോ, USD, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്, GBP, പിന്നെ USD JPY, ലൈക്ക് കനേഡിയൻ ഡോളർ, സ്വിസ് ഫ്രാൻസ്, അങ്ങനെ മേജർ കറൻസീസ് ആണ് നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ പല വിഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫോറക്സ് മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് 24x5 മാർക്കറ്റാണ്. അതായത് 24 മണിക്കൂർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ടൈം ഫ്ലെക്സിബിലിറ്റി ആണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇതിൽ കുറവാണ്. പിന്നെ ഹൈ ലിക്വിഡിറ്റി, അതായത് നമുക്ക് എപ്പോഴും ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ലിക്വിഡിറ്റി ഉള്ള അസറ്റാണെന്ന് പറയാം. അതായത് ഹൈ ലിക്വിഡിറ്റി ആണ് ഈ മാർക്കറ്റിൽ. നമ്മളെ കയ്യിലുള്ള നമുക്ക് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും എളുപ്പമാണ്. അതാണ് ഹൈ ലിക്വിഡിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹൈ ലിവറേജ്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1:5 ആണ്. നമ്മളതിൽ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 500 രൂപ വരെ ലിവറേജ് ആക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫോറക്സ് മാർക്കറ്റിൻ്റെ ലിവറേജ് അങ്ങനെയല്ല. നമുക്ക് ഹൈ ലിവറേജ് ആണ് ഇവിടെ കിട്ടുന്നത്. 1:1000 അങ്ങനെയൊക്കെ ലിവറേജ് നമുക്കിവിടെ കിട്ടും. പിന്നെ ആകെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോറക്സ് മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോറക്സ് മാർക്കറ്റിൻ്റെ ബ്രോക്കേഴ്സ് കുറച്ച് പ്രശ്നമാണ് ഫോറക്സ് മാർക്കറ്റിൽ. അതായത് ബ്രോക്കേഴ്സിനെ, ഏതാണ് നല്ല ബ്രോക്കർ, എങ്ങനെ ഒരു നല്ല ബ്രോക്കറിനെ തിരഞ്ഞെടുക്കാം, ബ്രോക്കർ സ്കാം കുറച്ച് കൂടുതലാണ് ഫോറക്സ് മാർക്കറ്റിൽ. കറൻ്റ്ലി ബ്രോക്കർ സ്കാം കുറച്ച് കൂടുതലാണ്. പക്ഷേ ഞാൻ ട്രേഡ് ചെയ്യുന്നത് HFM എന്ന് പറയുന്നൊരു ബ്രോക്കറിനെ വെച്ചിട്ടാണ്. HFM എന്നാണ് ഞാൻ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറുടെ പേര്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ബ്രോക്കറായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു ബ്രോക്കറാണ് FXTM. പിന്നെ അത് രണ്ട് ബ്രോക്കറും എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഫണ്ടഡ് അക്കൗണ്ടാണ്. ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഈ ഫോറക്സ് മാർക്കറ്റിലെ മെയിൻ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ, മേജർ ബാങ്ക്സ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെഡ്ജ് ഫണ്ട്, റീറ്റെയിലേഴ്സ്. അതൊക്കെ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ചെറിയ ചെറിയ ഫണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുക, നമ്മളെ പോലത്തെ സാധാ ട്രേഡേഴ്സ്. പക്ഷേ ശരിക്കും ഫോറക്സ് മാർക്കറ്റ് മേക്ക് ചെയ്യുന്നത് ശരിക്കും വലിയ വലിയ മേജർ ബാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ്. ഇതാണ് ഫോറക്സ് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫോറക്സ് മാർക്കറ്റിൻ്റെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന കറൻസീസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ കറൻസികളിലാണ്. യൂറോ USD, GBP USD സ്വിസ് ഫ്രാൻസ്. ഞാൻ US ഡോളേഴ്സുമായിട്ട് കണക്ട് ചെയ്ത കറൻസി പെയറുകളിലാണ് ഞാൻ കൂടുതൽ ട്രേഡ് ചെയ്യാറ്. പിന്നെ ഗോൾഡ് നോക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് കറൻസീസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. യൂറോ USD ഉണ്ട്, GBP USD ഉണ്ട്, USD സ്വിസ് ഫ്രാൻസ് ഉണ്ട്, USD കനേഡിയൻ ഡോളർ, USD ജപ്പാനീസ് യെൻ, ന്യൂസിലാൻഡ് ഡോളർ, US ഡോളർ, പിന്നെ ഓസ്ട്രേലിയൻ ഡോളർ, US ഡോളർ. ഓക്കെ, എങ്ങനെയാണ് പെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം.
യൂറോ യു എസ് ടിന്റെ കേസ് പറയുകയാണെങ്കിൽ യൂറോ സ്ലാഷ് യു എസ് ടി കാണാൻ പറ്റുന്നുണ്ടോ? യൂറോ സ്ലാഷ് യു എസ് ടി ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? യൂറോ യു എസ് ടി. പിന്നെ അടുത്തത് GBP സ്ലാഷ് യു എസ് ടി. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ, കാരണം ബേസിക്സ് നിങ്ങൾക്ക് കറക്റ്റ് തറവായാൽ മാത്രമേ എന്താണ് മാർക്കറ്റിൽ കറക്റ്റ് നടക്കാൻ പോകുന്നത്, മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, ഞാൻ ഒരു കറൻസി എക്സാമ്പിളും കൂടെ എടുക്കാം. USD സ്ലാഷ് JPY. ഈ കറൻസി നമ്മൾ വെറുതെ പെയർ ചെയ്യല്ല. ഓക്കെ, കറൻസി പെയർ ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട്. ഓക്കെ, ഈ യൂറോ USD പെയർ ചെയ്തത് എങ്ങനെയാണെന്നും ഈ USD JPY പെയർ ചെയ്ത് എങ്ങനെയാണെന്നും GBP USD പെയർ ചെയ്ത് എങ്ങനെയാണെന്നും ഇതിനൊക്കെ ഒരു എന്തുണ്ട്, ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് വരുന്ന കറൻസി, അതായത് യൂറോ. ഇപ്പോൾ യൂറോ യു എസ് ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് വരുന്ന കറൻസി കണ്ടോ നിങ്ങൾ, യൂറോ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് കറൻസി. ആ കറൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ബേസ് കറൻസി. ഓക്കെ, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കറൻസിയായ USD, ആ കറൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ബേസ് കറൻസി, അല്ല കോഡ് കറൻസി. ഓക്കെ, ഫസ്റ്റ് ഉള്ള കറൻസിനെ, അതായത് ഈ യൂറോ USDൻ്റെ ഇടയിൽ വാല്യൂ കൂടിയ കറൻസി ഏതാണ്? USDനേക്കാൾ വാല്യൂ കൂടിയ കറൻസി യൂറോ ആണ്. ഓക്കെ, ആ കറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആ കറൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ബേസ് എന്നാണ്. ഓക്കെ, ബേസ് എന്നാണ് ആ കറൻസിനെ നമ്മൾ പറയാം. നേരെ മറിച്ച് USDക്ക് എന്താ നമ്മൾ പറയാ? ഈ ഇവിടുത്തെ ഇതില് കോട്ട്. ഈ കറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് കോട്ട്. ഓക്കെ, ഏതിനാണോ വാല്യൂ കൂടുതൽ അതിനെയായിരിക്കും നമ്മൾ ബേസ് കറൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ GBP USDൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ USDനേക്കാൾ വാല്യൂ കൂടുതൽ. ഓക്കെ, അതായത് ഒരു GBP കറൻസി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര US$ കൊടുക്കണം? ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് വെച്ചിട്ട് എത്ര കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 1.25850. അതായത് ഒരു US$ മുകളിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു GBP കിട്ടും. അതാണ് അതിൻ്റെ ലോജിക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിന് നമ്മളപ്പോൾ എന്താ പറയുക? ബേസ്. അപ്പോൾ GBPൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ GBP ആണ് ഇവിടെ ബേസ് കറൻസി. കോഡ് കറൻസി ഏതാ വരിക? US$ ആണ് കോഡ് കറൻസി വരിക. ഇപ്പോൾ നമ്മൾ USD JPYൻ്റെ കേസ് എടുക്കാം. USD ജപ്പാനീസ് യെൻ്റെ കേസ് എടുത്താൽ നേരെ തിരിച്ചിട്ടാണ് വരിക. USD ജപ്പാനീസ് യെൻ്റെ കേസ് എടുത്താൽ നിങ്ങൾ നോക്കി നോക്കാം. ഇപ്പോൾ USD ജപ്പാനീസ് യെൻ. ഓക്കെ, USD ജപ്പാനീസ് യെൻ, USD സ്ലാഷ് JPY. ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ആരെയാണ്? ഫസ്റ്റ് കറൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ആരെയാണ്? കാരണം എന്താ? ബേസ് കറൻസി ആയിട്ട് നമ്മൾ ആരെയാണ് കൺസിഡർ ചെയ്യുക? കാരണം എന്താണ്? അതിൻ്റെ ജപ്പാനീസ് യെന്നിനേക്കാളും വാല്യൂ കൂടിയിട്ടുള്ള കറൻസി ഏതാണ്? US$. അതുകൊണ്ട് നമ്മൾ ബേസ് കറൻസി ആയിട്ട് ഏത് കറൻസിയാണ് ചൂസ് ചെയ്യുക? US$ ആണ് ചൂസ് ചെയ്യുക. അപ്പോൾ കോഡ് കറൻസി ഏതായിരിക്കും? കോഡ് കറൻസി ജപ്പാനീസ് യെൻ ആയിരിക്കും നമ്മുടെ കോഡ് കറൻസി ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അതായത് ഒരു US$ കിട്ടണമെങ്കിൽ
നിങ്ങൾ എത്ര ജപ്പാനീസ് yen കൊടുക്കണം? 152.282 152 ജപ്പാനീസ് yen കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് $1 കിട്ടും. അതാണ് അതാണ് ഇവിടുത്തെ കണക്ക്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതില് ഭയങ്കര റോക്കറ്റ് സയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏത് കറൻസിക്കാണോ വാല്യൂ കൂടുതൽ അത് ബേസ് കറൻസി ആയിട്ടും, ഏത് കറൻസി ആയിട്ടാണോ അടുത്തത് പെയർ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ USD ജപ്പാനീസ് yen ആയാലും യൂറോ USD ആയാലും GBP USD ആയാലും, യൂറോക്ക് വാല്യൂ കൂടുതലായതുകൊണ്ട് അത് ബേസ് കറൻസി ആയിട്ടും, USDക്ക് വാല്യൂ യൂറോ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവായതുകൊണ്ട് അത് കോഡ് കറൻസി ആയിട്ടും എടുത്തുന്നേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ USD JPYയിലേക്ക് വരുമ്പോൾ എന്താണ് അതിന്റെ സിനാരിയോ മാറി. ഇവിടെ എന്തിനാണ് വാല്യൂ കൂടുതൽ? US ഡോളേഴ്സിനാണ് വാല്യൂ കൂടുതൽ. അപ്പൊ അത് ബേസ് കറൻസിയും JPY എന്തായി? കോഡ് കറൻസി ആയിട്ട് ഇവിടെ മാറി. അത്രേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. ഓക്കെ, പിന്നെ നമുക്കിനി പറയാനുള്ളത് എന്താണ് പിപ്പ്, എന്താണ് പിപ്പറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. പിപ്പ് എന്താണ്, പിപ്പറ്റ് എന്താണ്? ഓക്കെ, നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, ഇതാ ഈ കറൻസി യൂറോ USDന്റെ കറൻസിയാണിത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ശരിക്ക് വീഡിയോയിൽ ഇട്ടേക്കാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവും എന്താണ് പിപ്പ്, എന്താണ് പിപ്പറ്റ് എന്നുള്ള കാര്യം. എന്നാലും ഞാൻ ശരിക്കും ഇവിടെ ബ്രീഫ് ചെയ്യാം. ഏറ്റവും അവസാനം കാണുന്ന ഈ 0 കാണുന്നില്ലേ, ഈ സീറോവിനെയാണ് നമ്മൾ പിപ്പറ്റ് എന്ന് വിളിക്കുന്നത്. ഈ 7, ഈ തൊട്ടടുത്തുള്ള 7നെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെക്കൻഡ്സ് വെച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ്. ഓക്കെ, 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പിപ്പിന്റെ കാൽക്കുലേഷൻ വരുന്നത്. 10 പിപ്പറ്റ് ആണ് ഒരു പിപ്പായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇവിടെ പിപ്പറ്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. കാരണം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിപ്പിലും പിപ്പറ്റിലുമാണ്. ഇപ്പോ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ റിലയൻസിന്റെ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഒരു 2000 രൂപയ്ക്ക് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഞാൻ വെറുതെ പറയാണ്, ഇപ്പോൾ റിലയൻസിന്റെ അല്ലെങ്കിൽ ഒരു HDFCന്റെ ഒരു സ്റ്റോക്ക്, നമ്മൾ HDFCന്റെ സ്റ്റോക്ക് നമ്മൾ രാവിലെ വാങ്ങിയേക്കുന്നത് ഒരു 1000 രൂപയ്ക്കാന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് വിൽക്കുകയാണ്. നമ്മൾ എത്രക്കാണ് വിൽക്കുന്നത്? ഒരു 20 രൂപ കൂടിയാലും നമ്മൾ വിറ്റു, 1020 രൂപയ്ക്ക് അത് വിറ്റു. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, നമുക്ക് 20 രൂപ പ്രോഫിറ്റ് കിട്ടി അതിൽ. ഓക്കെ, അതേപോലെ ഇവിടെ കണക്ക് കൂട്ടത്, ഇവിടെ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് പൈസ 20 രൂപ കൂടി 30 രൂപ കൂടി അങ്ങനെയല്ല നമ്മൾ ഇവിടെ പറയാ. ഇന്ന് എത്ര പിപ്പിന്റെ മൂവ്മെന്റ്സ് ഉണ്ടായി, ഇന്ന് 20 പിപ്പിന്റെ മൂവ്മെന്റ്സ് ഉണ്ടായി മാർക്കറ്റിൽ, ഇന്നല്ലെങ്കിൽ 50 പിപ്പിന്റെ മൂവ്മെന്റ്സ് ഉണ്ടായി, അല്ലെങ്കിൽ 100 പിപ്പിന്റെ മൂവ്മെന്റ്സ് ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പറയാ. ഇവിടെ ഇതൊന്നും നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വെറുതെ അറിഞ്ഞിരിക്കേണ്ടിയിട്ട്, ഇതാണ് ഫോറക്സ് മാർക്കറ്റിൽ ഇവിടെ പിപ്പും പിപ്പറ്റും മൂവ്മെന്റ്സിന് പറയുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ കാണാണ്ട് പഠിക്കുകയോ കാണാണ്ട് അറിഞ്ഞിരിക്കണം അങ്ങനെയൊന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താണ് നിങ്ങളുടെ ടാർഗറ്റ്? നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതായത് നിങ്ങൾ അതിൽ പൈസ വരണം. അതുമാത്രമായിരിക്കും എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് ഇന്ന് സൺഡേ ആണ്, ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന ദിവസം സൺഡേ ആണ്, അതുകൊണ്ടാണ് മാർക്കറ്റിന് മൂവ്മെന്റ് ഇല്ലാത്തത്. അപ്പോൾ ഏറ്റവും അവസാനം കാണുന്ന ഈ ഡിജിറ്റിനെയാണ് നമ്മൾ പിപ്പറ്റ് എന്നും പറയുക. ഈ പിപ്പറ്റ് അതായത് 10 പിപ്പറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ഈ 7 എന്ന് പറയുന്നത് 8 ആയി മാറുക. ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ സംഖ്യ 7 എന്ന് പറയുന്നത് 8 ആയി മാറുക എപ്പോഴാണ്? ഒരു 10 പിപ്പറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് 7 എന്ന് പറയുന്ന സംഖ്യ 8 ആയിട്ട് മാറുക. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാവേണ്ട, അവിടെ ഒരു പിപ്പിന്റെ മൂവ്മെന്റ് ഉണ്ടായി. 10 പിപ്പറ്റ് എന്ന് പറയുന്നതാണ് ഒരു പിപ്പ്. അതായത് നിങ്ങൾ സെക്കൻഡ്സിൽ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെയൊന്നും കണക്കില്ല. നിങ്ങളിത് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇത് പക്ഷേ ഫോറക്സിന്റെ ബേസിക്സ് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് പിപ്പ്, എന്താണ് പിപ്പറ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിപ്പിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ, പിപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ.
നമുക്ക് നോക്കാനുള്ള കറൻസി പെയേഴ്സ് ആണ്. കറൻസി പെയേഴ്സ് തന്നെ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ കറൻസി പെയേഴ്സ് നമുക്കിത് പല വിധത്തിൽ കറൻസി പെയേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്ന കറൻസി മുഴുവൻ എന്താണ്? ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന കറൻസി മുഴുവൻ മേജർ കറൻസീസ് ആണ് ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ലിസ്റ്റ് ചെയ്ത അതായത് യൂറോ USD, GBP USD, USD സ്വിസ് ഫ്രാൻസ്, USD കനേഡിയൻ ഡോളേഴ്സ്, USD ജപ്പാനീസ് യെൻ, ഇതൊക്കെ മേജർ കറൻസീസ് ആണ്. ഈ കറൻസിക്കൊക്കെ നമ്മൾ പറയുന്ന പേരാണ് മേജർ കറൻസീസ്. ഓക്കെ, ഈ മേജർ കറൻസി അല്ലാണ്ട് നമുക്ക് എന്തുണ്ട്? ക്രോസ് കറൻസി പെയേഴ്സ് ഉണ്ട്. ക്രോസ് കറൻസി പെയേഴ്സ് നിങ്ങൾ വെറുതെ പേര് കേട്ടിട്ട് ഇതിലൊന്നും ഞെട്ടാനൊന്നുമില്ല. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്രോസ് കറൻസി പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് US ഡോളറുമായിട്ടല്ല ഇത് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ കറൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് കറൻസി പെയേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം യൂറോ GBP, പിന്നെ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് JPY, യൂറോ കനേഡിയൻ ഡോളേഴ്സ്, GBP ഓസ്ട്രേലിയൻ ഡോളേഴ്സ്, യൂറോ AUD ഓസ്ട്രേലിയൻ ഡോളേഴ്സ്, കനേഡിയൻ ഡോളർ JPY. ഇങ്ങനത്തെ കറൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്രോസ് കറൻസി പെയേഴ്സ്. ഓക്കെ, ഞാനിപ്പോൾ പറയുന്ന നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഫോറക്സിൻ്റെ ബേസിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡൗട്ടും എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല. മാർക്കറ്റ് ഒരിക്കലും നിങ്ങൾക്ക് ഫോറക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ. ഓക്കെ, ഇനി വേറൊരു കറൻസി പെയേഴ്സും കൂടെ നമുക്ക് വരുന്നുണ്ട്. ആ കറൻസി പെയേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സോട്ടിക് കറൻസി. എക്സോട്ടിക് കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി ഇല്ലാത്ത കറൻസി. അതായത് നമ്മളെ ഇപ്പോൾ ഇന്ത്യൻ കറൻസി USD INR തന്നെ എടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉള്ള ചാർട്ട് USD JPYൻ്റെ ചാർട്ടാണ്. ഓക്കെ, USD JPYൻ്റെ ചാർട്ടാണിത്. ഓക്കെ, ഈ ചാർട്ട് നമുക്ക് എത്ര ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത്. നേരെ മറിച്ച് നമ്മൾ USD INR, അതായത് US ഡോളേഴ്സ് INRലേക്ക് പോവാം. ഇന്ത്യൻ കറൻസി ആയിട്ട് പെയർ ചെയ്ത കറൻസി പെയറിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എന്തായിരിക്കും അവിടുത്തെ വ്യൂ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാനേ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനേ പറ്റത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത് നമുക്കിതിൻ്റെ സ്ട്രക്ചർ എന്താണ്, നമുക്ക് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇവിടെ എന്തില്ല, ബയേഴ്സും സെല്ലേഴ്സും ഒന്നും ആക്റ്റീവ് അല്ല. ഈ മാർക്കറ്റിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നില്ല. ഇത് എന്താണ്? എക്സോട്ടിക് പെയേഴ്സ് ആണിത്. ഈ കറൻസി ഇങ്ങനത്തെ പെയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോട്ടിക് പെയേഴ്സ്. അത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതിലും ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല. ഓക്കെ, കാരണം നമ്മൾ ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ടാവും. യൂട്യൂബ് ചാനലിൽ മൊത്തം കാര്യങ്ങൾ നമ്മൾ പറയും. ഈ എക്സോട്ടിക് കറൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് പല കറൻസി ഉണ്ട് എക്സോട്ടിക് കറൻസി ആയിട്ട്. ഇപ്പോൾ നമ്മളെ USD INR തന്നെ ഇന്ത്യൻ കറൻസി USD ആയിട്ട് പെയർ ചെയ്ത് ഇതിലൊന്നും ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, എങ്ങനെ ഇതിൽ നടക്കാൻ പോകുന്നു ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതുപോലെ GBP INR, USD നോർവീജിയൻ കറൻസി, USD സ്വീഡിഷ് ക്രോണ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കറൻസികളുണ്ട്. ഇതൊക്കെ എന്താണ്? എക്സോട്ടിക് കറൻസി പെയേഴ്സ് ആണ്. എക്സോട്ടിക് കറൻസി പെയേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊട്ടും സ്ട്രോങ് അല്ലാത്ത കറൻസി പെയർ, നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒട്ടും യോഗ്യമല്ലാത്ത കറൻസി പെയറിനെയാണ് എക്സോട്ടിക് കറൻസി പെയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ വേർഡ്സിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് നിങ്ങളാർക്കെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻസി പെയേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ.
ഓക്കെ. ഇനി നമുക്ക് ഇത് നമ്മൾ ഇന്ന് പറഞ്ഞത് മുഴുവൻ മാർക്കറ്റിന്റെ ബേസിക്സ് ആണ്. അതായത് ഫോറക്സ് മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ മാർക്കറ്റിനെ കുറിച്ചിട്ട് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇന്നും കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് പറയാൻ. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.